ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി, ഇവിടുത്തെ പ്രസിഡന്റുമാണ്. നമ്മുടെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കളക്ടർ വിളിച്ചത്, മിനിസ്റ്റർ വിളിച്ച മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തതാണ്. അന്ന് ഞങ്ങളോട് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്കിവിടെ 369 മീറ്ററേ ഉള്ളൂ. അപ്പോൾ 100 മീറ്റർ വച്ചിട്ട് പണി ചെയ്യുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ 100 മീറ്റർ പൂർത്തീകരിച്ചിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കടക്കും എന്നാണ് നമ്മുടെ പറഞ്ഞത്. കടക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നിർമ്മാണം നടത്തുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പല വീടുകാരും റെസിഡൻസിക്കാരുള്ളതാണ്, അവരുടേതായിട്ടുള്ള പല വാട്ടർ കണക്ഷനും ഡ്രെയിനേജ് കണക്ഷനൊക്കെ ഉള്ളതാണ്. അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കും. ഇവിടെ BSNLൻ്റെ കണക്ഷനുണ്ട്, അതിനു വേണ്ടുന്നുള്ള ഏർപ്പാടുണ്ടാക്കും. ഒരു തരത്തിലും വ്യാപാരികളെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത തരത്തിൽ ഇതിൻ്റെ വികസനം നടത്തുമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയതാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ കൊത്തുവാൾ തെരുവിലെ പ്രദേശത്തെ പണി ഭാഗികമായിട്ടാണ് നടക്കുന്നത്. ഒരു കാരണവശാലും പൂർത്തീകരണം എന്ന് പറയാൻ ഒരു 100 മീറ്റർ പോലുമില്ല. ഞങ്ങളിത് വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ എത്രയോ പ്രാവശ്യം നമ്മൾ അതിന് വേണ്ടുന്ന പരാതി കൊടുക്കുകയും ഞങ്ങൾ കോൺട്രാക്ടറിനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ 4 പേരെ വച്ചിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് പ്രവർത്തനം നടത്തി വെറും 4 പേരാണ്. ഈ ആൾ ഇത് പോരാ, ഇത് ചാല കമ്പോളമാണ്, ഈ രാജഭരണകാലം മുതൽ നിലനിൽക്കുന്ന ഒരു വ്യാപാര മേഖലയാണ്, ഇതിനെ നിങ്ങൾ തകർക്കരുത്, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും വ്യാപാരികളെന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് അവരോട് അക്കമിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ദുരുദ്ദേശമെന്ന് നമുക്കറിയില്ല. കാരണം ഈ പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഈ തനതായ ഈ കച്ചവടക്കാരെ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. അപകടങ്ങളും ഉണ്ടാവില്ലേ? കമ്പികളൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് വെള്ളക്കെട്ട് വരുമ്പോൾ അതിൻ്റെ കുഴി ഏത് കര ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇതിനകത്തുണ്ടായി. വാഹനങ്ങൾ മറിഞ്ഞതുണ്ട്, ബൈക്കുകാരൻ വന്ന് വീഴുന്ന് പരിക്കേറ്റതുണ്ട്. ഇന്നലെ തന്നെ 8-10 പേരാണ് ഈ കുഴിക്കകത്ത് വീഴുന്ന് മുറിവേറ്റത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഇതേപോലെ കമ്പിയിൽ വന്ന് വീഴുന്നാൽ അവൻ എന്തെങ്കിലും രീതിയിൽ ഒരു പരിക്ക് പറ്റി മരണപ്പെടുകയോ വല്ലതും ചെയ്താൽ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? ഞങ്ങൾ ആരോട് പറയണം ഇത്? അപ്പോൾ ഞങ്ങളുടെ കച്ചവടക്കാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തി തരേണ്ട ഭരണാധികാരികൾ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. സ്മാർട്ട് സിറ്റി വികസനത്തിന് ഞങ്ങൾ 100% നമ്മൾ അതിനോട് യോജിക്കുന്ന ആൾക്കാരാണ്. അത് ആവശ്യമാണ്. പക്ഷേ വികസനത്തിൻ്റെ പേരിൽ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് പോയാൽ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെതായിട്ടുള്ള വിഷയമാണ്. ഈ മഴക്കാലം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു ദിവസമാണ് ഈ മഴ പെയ്ത്, ഇനിയിപ്പം മഴക്കാലം വരുന്നതേ ഉള്ളൂ. ഇന്നലെ 12 മണിക്കൂറത്തെ മഴയിൽ ഞങ്ങൾക്ക് ഇവിടെ നഷ്ടമെന്ന് പറയുന്നത് 60-65 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. 7 സ്ഥാപനങ്ങളിലാണ് ഈ വെള്ളം കയറിയത്. അതിനെല്ലാം മാവ്, ആട്ട, പഞ്ചസാര, ശർക്കര തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗശൂന്യമായി മാറിക്കഴിയും. അപ്പോൾ ഇതിനാരാ നമ്മൾ മറുപടി പറയേണ്ടത്? ഞങ്ങൾ നികുതി കൊടുത്ത് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഇത് ഞങ്ങൾ ആരോടാണ് ഇത് പറയേണ്ടത്? അപ്പോൾ ഇത് എത്ര തന്നെ പറഞ്ഞിട്ടും അതിൻ്റെ ഗൗരവം ഇവർ മനസ്സിലാക്കുന്നില്ല.